നമസ്കാരം, ഷോജി രവിയാണ്. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആട് വളർത്താൻ തുടങ്ങിയിട്ട് ഏകദേശം 7 മാസത്തോളമാകുന്നു. ആട് വളർത്തൽ ലാഭകരമാണോ എന്നുള്ള നമ്മുടെ ഏറ്റവും നല്ല ഒരു സീരീസ് തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് ആട് വളർത്തലിനോട് താല്പര്യം തോന്നിയതും ആട് വളർത്തലിലേക്ക് ഞാൻ കടന്നു വന്നതും. അന്ന് ആദ്യമായിട്ട് നമ്മുടെ കൂട്ടിലേക്ക് വന്ന ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു വെളുത്ത ആടിനെയായിരുന്നു കൊണ്ടുവന്നത്. ശരിക്കും അതോടെ അതിൻ്റെ ഒരു വലിയൊരു തുടക്കമായിരുന്നു ആട് വളർത്തൽ. ശരിക്കും ആട് വളർത്തൽ എന്താണെന്നും എങ്ങനെയാണ് അത് ലാഭത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതെന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റി. ആടിനെ വെറുതെ വളർത്തിക്കൊണ്ടിരുന്നല്ല, അതായത് ഒരു ആടിനെ വാങ്ങി അതിനെ പ്രസവിപ്പിച്ച് അതിൻ്റെ കുട്ടികളെ വിൽക്കൽ മാത്രമാണ് ഒരു ആട് വളർത്തൽ എന്ന് നമ്മളാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്നാലും നമുക്ക് നേരെ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ആട് ലക്ഷ്മി. ഇവളിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രസവിച്ചതേ ഉള്ളൂ, 2 ദിവസമായിട്ടുള്ളൂ പ്രസവിച്ചിട്ടൊരു കുട്ടി. നമ്മൾ കിങ്ങിണി എന്നാണ് വിളിക്കുക. നമുക്ക് നേരത്തെ ഒരു കിങ്ങിണി എന്ന് പറഞ്ഞൊരു ആടുണ്ടായിരുന്നു, അവൾ മരിച്ചുപോയി. ഇതിവിടെ കുട്ടിയാണ്, ഇവിടെ കുട്ടിയായിരുന്നു. ഇവളതിനെ നോക്കത്തില്ലായിരുന്നു. അങ്ങനെ പാല് കിട്ടാതൊക്കെ അത് ശോഷിച്ചൊക്കെ വളർന്നിട്ട് അവസാനം അത് ഒരിടയ്ക്ക് സെറ്റായി വന്നായിരുന്നു. ഇടയ്ക്ക് ഒരു തീറ്റയുടെ ചേഞ്ച് കാരണം ആൾ മരിച്ചുപോയി. അങ്ങനെ ലക്ഷ്മിയിൽ നിന്നാണ് നമ്മൾ ആട് വളർത്തൽ തുടങ്ങിയത്. നമ്മൾ അന്ന് വിചാരിച്ചത് ആട് വളർത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ആടിനെ വളർത്തുക, അത് പ്രസവിച്ച് കുട്ടികളെ എടുത്ത് വിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. പക്ഷേ അതൊന്നും അത്ര ഒരു ലളിതമായ പരിപാടിയല്ല, ചെറിയ സമയം കൊണ്ട് നടക്കുന്ന ഒരു പരിപാടി അല്ലാന്ന് നമുക്ക് മനസ്സിലായി. 7 മാസത്തിന് ശേഷം ഇപ്പോഴാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ ആട്, അതായത് നമ്മൾ വളർത്തുന്ന ഒരു ആട് പ്രസവിക്കുന്നത്. ആദ്യം പ്രസവിച്ചത് ഇവളാണ് കേട്ടോ. അവളുടെ ഒരു കുട്ടി താഴെ കിടക്കുന്നു, ഒരു കുട്ടി അപ്പുറമുണ്ട്. 2 കുട്ടികളുണ്ടായിരുന്നു. ലക്ഷ്മിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഈ 7 മാസം വളർത്തിയിട്ട് ഇപ്പോഴാണ് 3 കുട്ടികളെ നമുക്ക് കിട്ടുന്നത്. അങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയായിരിക്കും ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത്? അപ്പോൾ ഇനി എങ്ങനെയാണ് ഞാൻ അതിനകത്ത് ലാഭം ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഇത് അയ്യപ്പൻ. നമ്മൾ ലക്ഷ്മി ഹീറ്റായ സമയത്ത് ക്രോസ് ചെയ്യാൻ വേണ്ടി തിരക്ക് കിടന്ന സമയത്ത് മുട്ടൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, അതായത് ലോക്ക്ഡൗൺ സമയത്തായതുകൊണ്ട് നമ്മളൊരു മുട്ടനെ അങ്ങ് മേടിക്കുമായിരുന്നു. അയ്യപ്പൻ എന്നാണ് ഇവൻ്റെ പേര്. അപ്പോൾ ഇവനെ വാങ്ങിയ പൈസയും നമുക്ക് ഏകദേശം മുതലായി. ഇവനെ എന്താ പറയുന്നത്, നമ്മുടെ കൂട്ടിലെ നിത്യ ചിലവുകൾക്കുള്ള പൈസയും ഇവൻ തന്നെ സമ്പാദിക്കുന്നുണ്ട്. അതായത് ഇവൻ അത്യാവശ്യം നല്ല മീറ്റിംഗ് കിട്ടുന്നുണ്ട്. ഇവൻ്റെ കുട്ടിയാണ് ആ ലക്ഷ്മിയുടെ കുട്ടിയായിട്ട് ഞാൻ കാണിച്ചത്. ഒന്നാമത്തെ നമ്മുടെ വരുമാനം അതാണ്. അതായത് ആട്ടിൻ്റെ ചിലവുകൾ ഇവിടെ ഇപ്പോൾ ഒരു 4-5 ആടുകളാണ് എപ്പോഴും. ആ ആടുകളുടെ എല്ലാം ചിലവ് ഇവനങ്ങ് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെയുള്ള നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് ആട് കച്ചവടമാണ്. പൊതുവേ ഈ ആട് കച്ചവടം എന്ന് പറയുമ്പോഴത്തേക്കും പല വാട്സപ്പ് ഗ്രൂപ്പുകൾ അല്ലെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ഒരു മോശക്കാരനായിട്ടാണ് കാണുന്നത്. അതായത് വളർത്തിയിട്ട് വിൽക്കുന്നതിനല്ല, ഈ എടുത്തു മറിക്കുന്നതിന് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ അതൊന്നും ഒരു തെറ്റൊന്നുമല്ല കേട്ടോ. നമുക്ക് എവിടെ നിന്നെങ്കിലും ലാഭത്തിലൊരു സാധനം മേടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മേടിച്ചിട്ട് മറിച്ച് വിൽക്കുക നല്ലൊരു വരുമാനം കിട്ടുന്നൊരു പരിപാടിയാണ്. കൊള്ളലാഭം എടുക്കരുതെന്നേ ഉള്ളൂ. ഞാൻ കൂടുതലും ചെയ്യുന്നത് മലബാറി ആടുകളുടെ കച്ചവടമാണ്. വെള്ള മലബാറി ആടുകൾ. ഈ വെള്ള മലബാറി ആടുകളുടെ ഒരു ഞാൻ അത് ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മൾ ഒരു തവണ ഫേസ്ബുക്കിലല്ല ഏതെങ്കിലും ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഇവർ സെയിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2ാമത് പോസ്റ്റ് ഇടാൻ പറ്റും. പെട്ടെന്ന് അധികം ആൾക്കാർ അറിയത്തില്ല. ഈ വലിയ കർഷകരും വലിയ കച്ചവടക്കാരില്ലേ, അവർ മാത്രമേ കണ്ടുപിടിക്കത്തുള്ളൂ. സാധാരണ വാങ്ങാൻ നിൽക്കുന്നവരാരും കണ്ടുപിടിക്കത്തില്ല. ഇത് വിറ്റ് പോകാതെ നിൽക്കുന്നതാണെന്നൊന്നും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഇത് വിറ്റ് പോയില്ലെങ്കിൽ നമ്മൾ 2ാമത് പോസ്റ്റ് ഇടേണ്ടി വരുമല്ലോ. അപ്പോൾ ഇത് പഴയ ആടാണെന്ന് ആരും കണ്ടുപിടിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ വേറെ ആംഗിളിൽ നിന്നൊക്കെ വീഡിയോ എടുത്തിട്ടാൽ മതി. ഞാൻ കൂടുതൽ അത് മാത്രമല്ല, ഞാൻ എളുപ്പത്തിൽ സെയിലാകുന്ന സാധനമാണ് വെള്ള മലബാറി ആടുകൾ. ആൾക്കാർ പെട്ടെന്ന് വന്ന് വാങ്ങാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് വെള്ള മലബാറി ആടുകൾ. അതുകൊണ്ടാണ് ഞാൻ വെള്ള മലബാറി ആടുകളുടെ സെയിൽ നോക്കുന്നത്. ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കൊടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ട് നിർത്തിയേക്കുന്നതല്ല. ഇത് ഒരു അത്യാവശ്യം നല്ല പാല് കിട്ടുന്നൊരു കുഞ്ഞാടാണ്. നമ്മുടെ ജിതിൻ ഓച്ചിറ എന്ന് പറഞ്ഞ ഒരു കർഷകൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ പുള്ളിയുടെ ഞാൻ മേടിച്ചാണ്. പുള്ളി എനിക്ക് 3 ഗ്ലാസ് പാല് പറഞ്ഞു തന്നെയാണ്. പക്ഷേ എനിക്ക് അതിൽ കൂടുതൽ പാല് കിട്ടുന്നുണ്ട്. അത് ന്യായവിലയ്ക്ക് കിട്ടിയതായിരുന്നു. ഇത് ഒരു ചനയാടാണ്. ഇതൊക്കെ നമ്മൾ കൊടുക്കാനായിട്ട് മേടിച്ച് നിർത്തിയേക്കുന്നതാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആട് കുറവാണ്. ഇപ്പം ഇവളുമാർ പ്രസവിച്ചുകൊണ്ട് നമ്മൾ ആടിൻ്റെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് അങ്ങ് നിർത്തി വെച്ചേക്കും കുറച്ച് ദിവസത്തേക്ക്. അടുത്തായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആട് വളർത്തുന്ന ഒരു കർഷകനാണെങ്കിൽ, അല്ലെങ്കിൽ ആട് വളർത്തുന്ന സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ഒരു മുട്ടനാടിനെ നിർത്തണം. ഒരു 4-5 ഫീമെയിൽസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു മുട്ടനാടിനെ നമ്മൾ മേടിച്ച് നിർത്തണം. കാരണം നമ്മുടെ വീട്ടിലെ ഈ ആടിൻ്റെ ചിലവുകളെല്ലാം ഓടിക്കാൻ ഇവനെ കൊണ്ട് കഴിയും. ബാക്കി നമ്മൾ കുട്ടികളെ വിൽക്കുന്നതൊക്കെ നമ്മുടെ ലാഭമായി മാറും. അതായത് ആടൊരു സൈഡിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. നമുക്ക്
ഒരു വർഷത്തിൽ 2 തവണയോ 3 തവണയൊക്കെ ആയിട്ട് നമുക്ക് ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു ബോണസ് പോലെ കിട്ടുകയും ചെയ്യും. നമ്മൾ ആടിനെ വളർത്തുന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ടാവും. ഇവർക്കിപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഇവന് പല ആൾക്കാർ വന്നിട്ട് 500 തരാറുണ്ട്, 300 തരാറുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന 300ആണ്, ചില ആൾക്കാരൊക്കെ 500 തരാറുണ്ട്. കാരണം ഞങ്ങളുടെ ഈ ഏരിയയിൽ കായംകുളത്തോട്ട് പോയിട്ടല്ല, നമ്മുടെ കായംകുളത്ത് നിന്ന് കുറച്ച് വിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഏരിയയിൽ ഇത്രയും ചെവിയൊക്കെയുള്ള ഒരു കലിപ്പൻ ഇവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം 500 രൂപയൊക്കെ ആൾക്കാർ തരാറുണ്ട്. നമ്മൾ പക്ഷേ 300 രൂപ പ്രതീക്ഷിക്കുന്നില്ല. കുറേ അധികം ആൾക്കാർക്ക് 300 രൂപയാണ് തരാറുള്ളത്. നമ്മൾ പിന്നെ തരുന്നതിന് വേണ്ടാന്ന് പറയത്തില്ല, തരുന്നങ്ങ് മേടിക്കും. അപ്പോൾ ആട് കർഷകരാണെങ്കിൽ, അല്ലെങ്കിൽ ആടുകളെ വളർത്തി ഉപജീവനം കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, ഇത്തിരി ആരോഗ്യമൊക്കെ ഉള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മുട്ടനാടിന് അത്യാവശ്യം ഈ ചെവിയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നല്ല ഡിമാൻഡായിരിക്കും. ആൾക്കാർ ക്രോസിങ്ങിന് വരാനൊക്കെ നല്ല താല്പര്യമായിരിക്കും. ഞാൻ ഈ ആരോഗ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ത്രീകൾക്കൊന്നും ഇത് ഹാൻഡിൽ ചെയ്യാൻ വലിയ പ്രയാസമായിരിക്കും. ഇവനെപ്പോലുള്ള അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില സ്ത്രീകൾക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഇത്തിരി ഇവൻ പൊട്ടനാണ്, പാവം പിടിച്ച് വരുത്തനാണ്, എന്നാലും പറയാൻ പറ്റില്ല. കാഴ്ചയ്ക്ക് ഇത്തിരി ടെറർ ലുക്കും ഇവൻ്റെ കൊമ്പൊക്കെ ഇങ്ങനെ മേളോട്ട് നിൽക്കുന്നുണ്ട് ആൾക്കാർക്ക് ഒരു പേടി തോന്നും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ആരോഗ്യമുള്ള ഒരാളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മുട്ടനെ മേടിച്ച് വളർത്തുന്നത് നല്ലതായിരിക്കും. ഏതൊരു കൃഷി നമുക്ക് ലാഭമാകണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ കുറച്ച് ആനുകൂല്യങ്ങളും സഹായങ്ങളും ഒക്കെ കിട്ടിയാൽ നമുക്ക് കുറച്ചുകൂടെ മെച്ചമായിരിക്കും. കാരണം നമ്മുടെ വീട്ടിലെ കൂട് ഡെവലപ്പ് ചെയ്യാനായാലും അല്ലെങ്കിൽ ആടുകളുടെ എണ്ണം കൂട്ടാനൊക്കെ ആയാലും കുറച്ച് സർക്കാരിൻ്റെ സഹായമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. സർക്കാരിന് അങ്ങനത്തെ സഹായങ്ങളുണ്ട് താനും. പക്ഷേ പല പദ്ധതികളും ഈ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെ, ആ വാക്ക് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല കേട്ടോ. അതായത് ഈ പദ്ധതികൾ ഉണ്ടാക്കുന്ന കുറച്ച് പൊട്ടന്മാരുണ്ടല്ലോ, അവരെ പൊട്ടന്മാരെന്ന് തന്നെ പറയണം. കാരണം ഈ അടുത്ത സമയത്ത് ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ആടുകളുടെ ഗോഡ് സാറ്റലൈറ്റ് സ്കീം എന്ന് പറഞ്ഞിട്ട് 6 മാസത്തിൽ പ്രായമുള്ള ആടുകളെ കൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു. ശരിക്കും ഇവിടെയൊക്കെ കിട്ടിയ ആട്ടുംകുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ പദ്ധതി ഉണ്ടാക്കിയവനെ ഇത് ആടിനെ മേടിച്ച് കൊടുത്തവനൊക്കെ ഒലക്കൊക്കെ അടിക്കാൻ തോന്നും. കാരണം തീരെ പൊടി കുഞ്ഞുങ്ങളെയാണ് കൊടുത്തത്. ഇതൊക്കെ നമ്മൾ കണക്ക് കൂട്ടി നോക്കിയിട്ടൊരു ഇതിനകത്തൊരു ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞാനത് ഒരു തവണ നോക്കിയതായിരുന്നു. ഒരു 39,000 രൂപ ചിലവാക്കി കഴിയുമ്പോഴാണ് നമുക്കൊരു 30,000 രൂപ കിട്ടുന്നത്. എൻ്റെ കണക്കും പ്രകാരം കേട്ടോ, ഞാൻ ഈ കൊടുക്കുന്ന തീറ്റയുടെയൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. അതായത് ചില ആൾക്കാർക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള തീറ്റ കൊടുക്കുമായിരിക്കും. പക്ഷേ ഞാൻ കൊടുക്കുന്ന തീറ്റ വെച്ച് കൊടുക്കണ ഒരു 39,000 രൂപ തീറ്റ മാത്രം കൊടുത്തു കഴിയുമ്പോഴായിരിക്കും ഇതിനകത്ത് ഒരു വരുമാനം 30,000 രൂപ കിട്ടുന്നത്. പിന്നെ 9,000 രൂപ കടത്തി നിൽക്കുക. അങ്ങനത്തെ ഒരു പ്രോജക്റ്റായിരുന്നു ഈ ഗോഡ് സാറ്റലൈറ്റ് സ്കീം. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം ഇങ്ങനൊരു നഷ്ടമൊന്നും വരത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത വീട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, വീട് കാണാൻ പറ്റുന്നില്ല. ആ വീട്ടിൽ കിട്ടിയതാണ്, കാണാൻ പറ്റത്തില്ല. നമ്മുടെ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ വേറെ സംഭവമുണ്ട്, പല കർഷകരും ഇത് മേടിച്ചിട്ട്, കർഷകരെന്ന് ഞാൻ അവരെ പറയുന്നില്ല, പല ആൾക്കാരും ഇത് വാങ്ങിയിട്ട് ഇതിന് മറിച്ച് വിറ്റിട്ടുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥ കർഷകരിലേക്കല്ല ഇത് എത്തിയേക്കുന്നതെന്നും ഒരു പ്രശ്നമുണ്ട്. സർക്കാർ സ്കീമുകൾ പലതും യഥാർത്ഥ കർഷകരിലേക്കല്ല എത്തിയേക്കുന്നത്. ഞാൻ പലരോടും വാദിക്കാറുണ്ടായിരുന്നു, ഇതിനകത്ത് രാഷ്ട്രീയമൊന്നും കാണത്തില്ല, രാഷ്ട്രീയമൊന്നും വെച്ചിട്ടല്ല ആൾക്കാർ ഇത് കൊടുക്കുന്നത്, പല കർഷകരിലേക്കാണ് ഇത് എത്തിക്കുന്നത്. വെറ്റിനറി വിഭാഗം അല്ലെങ്കിൽ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് ഇത് കറക്റ്റായിട്ടുള്ള ആൾക്കാരിലേക്കാണ് എത്തിക്കുന്നതെന്നൊക്കെ ഞാൻ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു, പലരോടും തർക്കിച്ചിട്ടുണ്ട്. പക്ഷേ അതല്ല എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരൊറ്റ സ്കീമോട് കിട്ടി. എനിക്ക് കിട്ടാത്ത എൻ്റെ അസൂയല്ല, ഞാൻ കിട്ടിയ പലരെ എനിക്കറിയാവുന്നതുകൊണ്ട് പറഞ്ഞാൽ പലരും മറിച്ച് വിറ്റു കേട്ടോ. നമുക്കറിയാം ഇവരാരും വളർത്തുന്നൊന്നുമില്ല. ഇത് വളർത്തിയാൽ മുതലാവത്തില്ല, മറിച്ച് വിറ്റവൻ അവൻ്റെ ബുദ്ധി ഉള്ളതുകൊണ്ട് അവൻ വിറ്റതാണ്. അല്ലാതെ ഇതിനെ വളർത്താൻ ശ്രമിച്ചത് ഞാൻ പെട്ടുപോകാൻ, കർഷകനാണ് ഞാൻ പെട്ടുപോകും. ആടുമായിട്ട് തീരെ ബന്ധമില്ലാത്ത നമ്മുടെ പുതിയ പോത്ത്, ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പോത്ത് ആകാൻ സാധ്യതയില്ലാത്ത ഒരു പോത്താണ്. നമ്മുടെ വീട്ടിൽ വളർത്താൻ നമ്മൾ മേടിച്ച മുറയൊന്നും അല്ല കേട്ടോ. കാരണം നമുക്ക് മുറയൊക്കെ വാങ്ങാനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഒരു ബന്ധുവിന് വേണ്ടിയിട്ട് എരുമക്കുഞ്ഞിനെ മേടിക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ കണ്ടു പറഞ്ഞതിന് അച്ഛനും ഇവിടെ മേടിച്ചുകൊണ്ട് വന്നതാണ്. വലിയ സംഭവം പോത്തൊന്നുമല്ല, എങ്കിലും തീറ്റ കൊടുത്താൽ നമുക്ക് ഒരു സമയത്ത് വിറ്റൊരു വരുമാനം അല്ലെങ്കിൽ നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോത്ത്, നാടൻ പോത്താണ്. നാടൻ പോത്ത്, ഈ ആന്ധ്രാ പോത്ത് എന്നൊക്കെ പറയത്തില്ല, ആ ഒരു സംഭവമാണ്. അല്ലാതെ മുറയൊന്നുമല്ല, നമ്മളങ്ങനെ മേടിച്ച് നിർത്തിയേക്കുന്നതാണ്. അങ്ങനെ നമുക്കുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെയൊക്കെ വളർത്താനുള്ള സൗകര്യം പ്രകൃതി കറക്റ്റായിട്ട് സെറ്റ് വന്നിട്ടുണ്ട്. ഇവനെ ഇവിടെ ഇങ്ങനെ കെട്ടിയേക്കുവാണ്, നേരെ ഇവനി തോട്ടിലോട്ട് ചാടാൻ. തോടല്ല, ഇത് കുളമാണ് കേട്ടോ. നമ്മുടെ താറാവിനെയൊക്കെ ഇറക്കുന്ന കുളമാണ്, അവിടോട്ട് ഇറങ്ങാൻ പറ്റുവാണ് കേട്ടോ. മറിക്കേ അല്ല, വളരെ സൗകര്യമായിട്ട് നമുക്ക് താറാവിനെ ഇടാൻ കുറച്ച് ഭാഗം നമ്മൾ വേലി കെട്ടി വെച്ചേക്കുന്നതാണ്. നേരത്തെ കൂടുതൽ താറാവ് ഉണ്ടായിരുന്ന സമയത്ത് ദൂരെ വരെ നമ്മൾ ബോർഡർ തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് കുറച്ച് താറാവേ ഉള്ളൂ. ഇപ്പോൾ ഒരു 2 മാസത്തിനുള്ളിൽ, ചിലപ്പോൾ 1 മാസത്തിനുള്ളിൽ തന്നെ ബാക്കി താറാവുകൾ എത്താൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാം നോക്കിക്കൊണ്ടിരിക്കണം.
പിന്നെ ദിവനം ഇവിടുത്തെ മെയിൻ ആളാണ്. കിങ്ങിണി ഒരു നീണ്ട ഉറക്കത്തിന് ശേഷം ഇപ്പോഴാണ് എഴുന്നേറ്റത്. ശരിക്കും ഇവർ ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ ജനിച്ചിട്ട്. ഇവർ 3 ദിവസവും കിങ്ങിണി 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൂട്ടിലകത്ത് തന്നെ നിർത്തിയേക്കുന്നത്. വലിയ തമ്മിലിടിയും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരകത്ത് തന്നെ അങ്ങ് നിർത്തിയേക്കുന്നതാണ്. കെട്ടിയിട്ടേക്കുമാണ്, ബാക്കിയുള്ളവരെ പുറത്തും. ശരിക്കും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആടിനെ വളർത്തലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മുട്ടനാടുകളെ നിർത്തി ക്രോസിങ്ങും അതുപോലെ തന്നെ ചെറിയ കച്ചവടങ്ങളും ഒക്കെ ചേർന്നാൽ മാത്രമേ ആട് വളർത്തൽ നമുക്കൊരു ലാഭമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞങ്ങൾക്കിപ്പോൾ ഈ ആടിനെ വാങ്ങി ഇവിടെ 7 മാസം മുമ്പ്, കഴിഞ്ഞ ജൂൺ 5-നെന്തോ വാങ്ങിയത്. ഈ ജൂൺ 5 മുതൽ ഇന്ന് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇപ്പോഴാണ് കുട്ടി ജനിക്കുന്നത്. ഈ കുട്ടി ജനിച്ച് ഇതിനെ ഇനി വിൽക്കണമെന്നുണ്ടെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിയണം. എന്തായാലും ഇവിടെ വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇവിടെ 3 വരെ വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം അങ്ങനൊരു 3 മാസക്കാലം കഴിഞ്ഞിട്ട് വിൽക്കുമ്പോഴായിരിക്കും നമുക്കൊരു വരുമാനം കിട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു നഷ്ടം പരിപാടിയായിപ്പോൾ. പല ആൾക്കാരും അങ്ങനെ കണ്ടിട്ടാണ് ആട് വളർത്തൽ നഷ്ടമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ചെറിയ കച്ചവടങ്ങളും ചെറിയ മേറ്റിംഗ് അല്ല ഒരേപോലെ ഉള്ളൂ. അപ്പോൾ അതുപോലെ മേറ്റിങ്ങും ഒക്കെ കിട്ടിയാൽ മാത്രമേ നമുക്കിതൊരു നല്ലൊരു വരുമാന മാർഗ്ഗമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ആട് വളർത്തലുമായി ബന്ധപ്പെട്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ശരിക്കും നമ്മുടെ വീട്ടിൽ ആട് മാത്രമല്ല, കുറച്ച് മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഗപ്പീസുണ്ട്, പിന്നെ താറാവ്, അങ്ങനെ കുറേയധികം സംഭവങ്ങളുണ്ട്. കുറേ പച്ചക്കറികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ഇതിൽ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.